ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോമ്പിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി ആട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് ഇതിലോട്ട് പോവാം. അപ്പം നമുക്കിത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് മൈസൂർ പായ ഇട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10-12 മൈസൂർ പായ നയിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറിയ പായ കേട്ടോ, നമ്മളെ വിരലിന് അത്ര പോലും വണ്ണയില്ല കേട്ടോ പായ, അതുകൊണ്ടാണ് ഞാൻ 12 എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിപ്പമുള്ളതാണെങ്കിൽ 6-7 മതിയാവേ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു മുറി ഭാഗം നമ്മൾ ചേരണ്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് ഒരു ഫ്ലേവറിന് വേണ്ടി 2-3 ഏലക്ക ഇട്ട് കൊടുക്കുക. ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ആണെങ്കിലും എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി വെള്ളമൊന്നും ചേർക്കാതെ നമ്മളിതാ മിക്സിയിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് ഇതുപോലെ അരച്ചിട്ടെടുക്കുക, വെള്ളമൊന്നും ചേർക്കണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മളിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പം തന്നെ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിതാ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമ്മളിതാ കൈ വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് പയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം മൈസൂർ പയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവേ. അപ്പം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് ആയിക്കിട്ടും. ഇങ്ങനെ കളർ മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാട്ടോ ഇത്. നമുക്ക് നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മളിതാ സ്നാക്ക് ചെയ്താൽ ഒരു ഭാഗമൊക്കെ കളർക്ക് മാറി വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സ്നാക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു സ്നാക്ക് കൂടി കേട്ടോ. പെട്ടെന്ന് ആയിക്കിട്ടും. അങ്ങ് ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടേ. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.